ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയൊരു നോമ്പ് തുറയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാജേഷ് ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നോമ്പ് തുറ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല. എന്നിട്ട് അവർ ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ നോക്കണത്. അപ്പോൾ 7 മണിക്കാണെന്ന് പറഞ്ഞു. അതാണെങ്കിൽ ഞാൻ കാണുന്നത് 6:30. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് വേഗം മേലൊക്കെ കഴുകി റെഡിയായി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ വീഡിയോ എടുത്താലോ എന്ന്. കാരണം കുറേ ആയില്ലോ ഇപ്പോൾ എടുത്തിട്ട്. അന്നിപ്പോൾ ഡാൻസിൻ്റെ വീഡിയോയ്ക്ക് ശേഷം പിന്നെ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ റെഡി ആയി നിന്നു. പിന്നെ അവർ വരാൻ നേരം എടുക്കുന്നു പറഞ്ഞു, 7:30 പറഞ്ഞു. ഞങ്ങൾ 7 മണിയാകുമ്പോഴേക്കും റെഡിയായി. അപ്പോൾ പിന്നെ എന്തായാലും അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ആദ്യം ഇവരുടെ ഫ്രണ്ട് അശോകേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് പരിപാടി നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്തോ കുറേ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് എന്താണ് പരിപാടി അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നസീമയുടെ വീടുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നോമ്പ് തുറയുടെ പരിപാടി ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നടന്നിട്ടാണ് പോയത്. അങ്ങനെ തൊട്ടടുത്ത് തന്നെയല്ലോ. അപ്പോൾ അശോകേട്ടൻ്റെ ഭാര്യ സുജിതേച്ചിയും പിള്ളേരും അതുപോലെ അവിടുന്ന് ബേബിയും ഷക്കീലിയും അവരൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് റോഡിൻ്റെ അവിടേക്ക് വന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാടത്ത് കൂടെ നടന്നു പോയിട്ട് അങ്ങനെ നസീമാത്ര വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞാൽ നേരം എഴുതിയിട്ടല്ലേ വരിക. അപ്പോൾ അവനിക്കാണെങ്കിൽ പിറ്റേ ദിവസം ഹിന്ദിയുടെ എക്സാമാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം ഇരുന്നിട്ട് എക്സാമിനുള്ളതൊക്കെ പഠിച്ചു. അപ്പോഴേക്കും അവരവിടെ വന്നിട്ട് ഞങ്ങളെ റോഡിൻ്റെ അവിടെ നിന്ന് വിളിച്ചു. ഞങ്ങളിപ്പോൾ അങ്ങനെ നടന്നു പോവാട്ടോ. കുറച്ചേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നല്ല ഇരുട്ടാണ്, അവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ പിന്നാലെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ മൊബൈലിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞങ്ങളങ്ങനെ പാടത്ത് കൂടെ അങ്ങനെ നടന്നു പോയി. ഞങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ രാജേഷ് ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ എന്തായാലും അങ്ങോട്ട് വണ്ടി പോവില്ല, കാരണം ഒരു പാടത്താണ് ഒരു വീട്. അപ്പം അങ്ങോട്ട് വണ്ടി പോവില്ല. പിന്നെ പാടത്ത് കൂടെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ട് ബൈക്കിനൊക്കെ പോവാം. വരമ്പൊക്കെ ചാടി കിടന്നിട്ട് ബൈക്ക് പോകുന്നത് കാണാം കേട്ടോ. അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, നടന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളിരിട്ടാണ് അവിടെ, കണ്ടില്ലേ, തിരി വെളിച്ചമില്ല. അങ്ങനെ ഞാൻ ലൈറ്റ് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഫ്ലാഷൊക്കെ കത്തിച്ചിട്ട് പോന്നു. ഇതാണ് അവരുടെ വീട്. ഇത് അവരൊരു മോളിട്ടാ ഫാത്തി. പിന്നെ ഇത് ഷെസ, ഷക്കീലയുടെ കുട്ടിയാണ്. ഇതാണ് കേട്ടാ നസീമയുടെ അമ്മായിമ്മ, ബാബുക്കയുടെ അമ്മ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇത് ഇവരെ വീടിൻ്റെ അവിടേക്ക് ഞാൻ വന്നിട്ട് അന്ന് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഇവരെ വീടൊക്കെ ഒന്ന് കാണിച്ചു. ഇതാണ് നസീമ, ഷക്കീല, പിന്നെ സുജിതേച്ചി. അന്ന് ഞാൻ ഉടുപ്പി പോയപ്പോൾ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവരിപ്പോൾ അത് ആലോചിച്ച് നടക്കുകയാണ്. ആകെ കാണുന്നത് കുറച്ച് പേര്, അവരിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ആലോചിക്കാമല്ലോ പറഞ്ഞു ഞാൻ. അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു. പിന്നെ ഷക്കീല അവിടുന്ന് അവളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിക്കൻ്റെ കട്ട്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. സൂപ്പർ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഇതുപോലെ കട്ട്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പടുത്ത് മേടിച്ചപ്പോൾ അതിൽ ചിക്കനേ ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഉരുളൻകിഴങ്ങ്. സൂപ്പറായിരുന്നു. അമിത്തൊന്ന് അതിൻ്റെ പകുതി കഴിച്ചുള്ളൂ, അതിൻ്റെ ബാക്കി കൂടി ഞാൻ തിന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് എനിക്ക് പൊതുവേ തണ്ണിമത്തനോട് താല്പര്യമില്ല, എന്നാലും കുറച്ച് കുടിച്ചു. പിന്നെ പിള്ളേർക്ക് കൊടുത്തു. അവനിക്ക് വേണ്ടേ പറഞ്ഞു. അമിത്ത് കുറച്ച് കുടിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ചെക്കന്മാരൊക്കെ മുഖം പൊത്തിയിട്ട് ഓടുക കേട്ടോ. അവർക്ക് ഭയങ്കര നാണം. അയ്യോ ഞങ്ങളെടുക്കലേ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓടുക. അപ്പം ഞാൻ അവരെ പിന്നാലെ പോയിട്ട്. പിന്നെ രാജേഷ് ചേട്ടനൊക്കെ വന്നു. കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയാണ് ഉമ്മാർത്തിരുന്നിട്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് അവിടെയൊക്കെ ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ ചെറിയ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ അവരെന്നെ അതിൽ കാണുമല്ലോ, അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതെല്ലാം വീഡിയോ എടുത്തു. അമിത്ത് പിന്നെ വന്ന വഴിക്ക് പിള്ളേർ കളിക്കണ സാധനങ്ങളൊക്കെ കൊടുത്തു. ഫുള്ള് കളിയായിരുന്നു അവർ. പിന്നെ എന്തായാലും നമുക്ക് ഫുഡൊക്കെ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് നസീം അടുക്കളയ്ക്ക് പോന്നു. അപ്പം ഞാൻ അവളെ പിന്നാലെ അടുക്കളയ്ക്ക് പോന്നു. അപ്പം അവളിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഞാനതെല്ലാം വീഡിയോ എടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്തും കിട്ടും, നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കുന്നത് കാണാമല്ലോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് അധികം ടൈം കിട്ടില്ല, കാരണം ഇതെല്ലാം അവിടെ കൊണ്ടുവയ്ക്കുന്നു, കഴിക്കുന്നു, പിന്നെ അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് നെയ്ച്ചോറുണ്ട്, പിന്നെ പത്തിരി ഉണ്ട്, കുബൂസ് ഉണ്ട്, പിന്നെ അൽഫാമുണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്,
പിന്നെ ബീഫ് റോസ്റ്റാണുള്ളത്. ചാറ് കറിയായിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ ബീഫാണുള്ളത്. അപ്പം ഞാനാണെങ്കിൽ ബീഫ് കൂട്ടില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബീഫ് കൂട്ടാത്തവർക്ക്, ഞാൻ സുജിതേച്ചിയാണ് ബീഫ് കൂട്ടാത്തത്. അല്ലാത്തവർക്ക് ഒരു തരം ഉള്ളിക്കറി പോലത്തെ ഒരു ഗ്രേവി, അയ്യേ ഒരു രസമില്ല. അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും. അതൊരു കാണും ലുക്കില്ലാത്തൊരു കറി. അപ്പോഴേക്ക് ആവശ്യമായി ഞാൻ ഈ പത്തിരിയൊക്കെ മറ്റേ ചിക്കൻ കറിയില്ലേ, തേങ്ങ അരച്ചുണ്ടാക്കണം, അതൊക്കെ കൂട്ടി തിന്നാന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആ കറിയൊന്നുമില്ല, ഇതാണുള്ളത്. അപ്പം ഞാനൊരു കുബൂസും പിന്നെ ഒരു അൽഫാമിൻ്റെ കഷ്ണവും പിന്നെ അമിത്തുവിന് കൊടുത്ത ഒരു പൊറോട്ടയുടെ പകുതി കഴിച്ചു. കാരണം ഈ അൽഫാമും ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കണത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. സ്ഥിരം കടയാണ്. പിന്നെ അതൊരു ഇത് തോന്നിയില്ല. അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഇതുപോലെ ഇവരെ ഫ്രണ്ടിൻ്റെ ഉമ്മ, ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള താത്ത ഇതുപോലെ അവരുണ്ടാക്കിയ പത്തിരിയും അതുപോലെ ഈ ചിക്കൻ കറിയും കൊണ്ടുവരും. അടിപൊളിയാണ്. അതുപോലെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ജസ്ന. അപ്പോൾ അവളുടെ ഉമ്മ, അവർ ഇതുപോലെ മുസ്ലിംസ്. അപ്പോൾ അവരിതുപോലെ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പത്തിരിയും കറിയും കൊടുന്നു തരും. ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു പ്രത്യേകതരം കറി, ഒരു മഞ്ഞ കളറിൽ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് പോണത്. അതുപോലെ ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, തരിക്കഞ്ഞി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തൊരു ടേസ്റ്റാണ് അവരത് ഉണ്ടാക്കിയത്. അത് ഞാൻ അമിത്തുവിനെ ഗർഭിണിയായിരിക്കുമ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു റെസ്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് അവിടെ ഒരു മുസ്ലിം വീട്ടിലേക്ക് പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ താത്ത എനിക്ക് ഡെയിലി വൈകിട്ട് കൊടുന്നു തരും, ഒരു വലിയൊരു കുപ്പി നിറയെ കൊടുന്നു തരും. അതെനിക്ക് ഇഷ്ടമാണെന്ന് അറിയണോണ്ടേ. എന്തൊരു ടേസ്റ്റാണത്. അതുപോലെ ഒരു 27 രാവിലെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടല്ലോ, അരീരം, അതും സ്പെഷ്യലാണ്. അതിനൊക്കെ എന്തൊരു രുചിയാണെന്നറിയോ. അത് അവരുണ്ടാക്കണതിനൊരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുന്ന് വെച്ചു. ചിക്കൻ ചില്ലി, അൽഫാം, പൊറോട്ട, കുബൂസ്, റൈസ്, പത്തിരി, പിന്നെ എന്തായിരുന്നു ബീഫ് റോസ്റ്റ്. അപ്പോൾ അതൊക്കെ കൊടുന്നു. നിൻ്റെ ഹസ്ബൻഡിന് അതാട്ടോ ഇഷ്ടം, ബീഫിൻ്റെ ആളാണത്. അത് പത്തിരിയും ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എനിക്കൊരു കുമ്പ് തോന്നിയില്ല. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചൊന്നും കിട്ടിയില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം തിന്നണതാണ്. പിന്നെ ബീഫ് ഞാൻ കൂട്ടില്ല. അതുകൊണ്ട് ഇവിടെ ബീഫ് മേടിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഉണ്ടാക്കുകയും ചെയ്യില്ല. അപ്പം അവർ അത് കിട്ടുകയെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിച്ച് തിന്നും. ഞാൻ അങ്ങോട്ട് കയറ്റില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ കണ്ട ആ കറിയാണത്, ആ ഉള്ളിക്കറി, അത് കൂട്ടിയിട്ടൊക്കെ എങ്ങനെ തിന്നുക. ഇവിടെ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ ആ കറി കൊടുന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം കൊണ്ടുപോയി കളയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, കറി ഇതുപോലെ ഒഴിച്ചിട്ട് അതിൽ ഞാൻ എക്സ്ട്രാ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടുതലിട്ടിട്ട് ഞാൻ നല്ല തിളപ്പിച്ചെടുക്കും. അപ്പം അതൊരു ടേസ്റ്റിയുള്ള കറിയായിട്ട് മാറും കേട്ടോ. അങ്ങനെ രസമുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പിള്ളേരെ ഇരുത്തി അമിത്തു ഒരു പൊറോട്ടയുടെ പകുതി, ഒരു കുബൂസിൻ്റെ പകുതി, പിന്നെ കുറച്ച് ചിക്കൻ ചില്ലി മയോണൈസ് കൂട്ടിയിട്ട് അമിത്ത് കഴിച്ചു. അവനിതുപോലെ എന്താ പറയുക, കുബൂസ് അതുപോലെ അൽഫാം മയോണൈസും കൂട്ടിയിട്ട് അവനെയും കഴിച്ചു. അവനെയും ബീഫ് കൂട്ടില്ല. അമിത്തും കൊടുത്തു നോക്കിയിട്ടില്ല അമിത്തിന്, പക്ഷെ അവന് കൂട്ടില്ല. എന്നെ പോലെ തന്നെ അവൾ കഴിക്കില്ല. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. എന്താണ് പിന്നെ അതെടുക്കും വീഡിയോ. പിന്നെ രസം എന്താ വെച്ചിട്ട്, ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴുള്ള ഓരോരോ മുഖം പാറുവിന് തീരെ ഇഷ്ടമല്ല. പാറു അപ്പം മുഖം പൊത്തും. ചെക്കന്മാരും അതേപോലെ തന്നെ മുഖം പൊത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവർ കണ്ടില്ലേ, മുഖം പൊത്തിയിരിക്കും. ഞാൻ തിന്നണതൊന്നും എടുക്കല്ലേ, ആൾക്കാരെന്ത് വിചാരിക്കുന്നതൊക്കെ കേട്ടോ അവൻ പറയണത്. അമിത്തു പിന്നെ ഒരു ഇതുമില്ല, നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അവിടെ നട്ടാ മുഖം പൊത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷക്കീല ഫുഡ് കഴിച്ചു. അവൾ മക്കൾക്ക് കൊടുത്തതിന് ശേഷം അവൾ കഴിച്ചു. കാരണം അവൾക്ക് നോമ്പ് മുറിച്ചിട്ട് അവളൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കഴിച്ചിട്ടുണ്ടായിട്ട് അവൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പകുതിയായപ്പോൾ ഞാനിതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറച്ചതായിട്ട് ഞാനും കഴിച്ചു. തണുത്ത വെള്ളം, നല്ല ജലദോഷം ഉണ്ടായിരുന്നു, ഡോക്ടറെയൊക്കെ കാണിച്ചു. സൗണ്ടൊന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ചുമക്കണം, അതുകൊണ്ട് കേട്ടോ. പക്ഷെ തണുത്ത വെള്ളം മുന്നിൽ കൊടുന്ന് വെച്ചപ്പോൾ ഭയങ്കര എന്തോ ഒരു ആർത്തി. കുറച്ചൊക്കെ തണുത്ത വെള്ളം കുറേ എടുത്തിട്ടാണ് കോരി കുടിച്ചു. അതിൽ വീണ്ടും തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്നിട്ട് അത് വീഡിയോ എനിക്ക് അവനിയായിട്ട് തന്നത്. പിന്നെ അതിന് ശേഷം എല്ലാതും എടുത്ത് വെച്ചു. അത് ആണുങ്ങൾക്കുള്ളത് കഴിക്കാനുള്ളതെല്ലാം ടേബിൾ സെറ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതെന്താ വെച്ചാൽ അവനി കളിക്കാൻ പോയി. ഞാൻ പ്ലേറ്റ്സ് എല്ലാം കഴുകി കൊടുത്തു കേട്ടോ. കാരണം നമ്മളിങ്ങനെ വന്ന് കഴിച്ചിട്ട് നസീമാത്തേക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും സുജിതേച്ചി കൂടിയിട്ട് അതെല്ലാം കഴുകി കൊടുത്തു.
പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഇവർ ആണുങ്ങൾ കഴിച്ചതിന് ശേഷം ചോദിച്ചു കേട്ടോ കഴുകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ അമിത് എവിടെ ചെന്നാലും വെള്ള പോലെ തന്നെ 1, 2 ഒക്കെ ചെയ്തു. പിന്നെ അവനെ കഴിക്കാൻ വേണ്ടിയിട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അതന്നെ പിന്നെ ഒരു ഫുള്ള് കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ പോന്നു കേട്ടോ. കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അവന് വീട്ടിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട, പക്ഷേ സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ അവളിനോട് പറഞ്ഞു കേട്ടോ അവൾക്ക് ആപ്പിളും കൊണ്ടുപോകണം, മുന്തിരി കൊണ്ടുപോകണം എന്നൊക്കെയാണ്. എന്നും അവൾ ഇങ്ങനെ കൊണ്ടുപോകാൻ നാരങ്ങ വെള്ളം, മിക്സർ, ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവണമെന്ന് പറഞ്ഞിട്ട് ഞാനതെല്ലാം മുറിച്ച് സെറ്റാക്കി കൊടുത്തു. അതുപോലെ ഫ്രൂട്ടി വേണമെന്നാണ് പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഫ്രൂട്ടി വേണം പറഞ്ഞു. ലാസ്റ്റ് ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫ്രൂട്ടി കൊടുത്തു. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം അത് അവളുടെ അന്നത്തെ ലാസ്റ്റ് ഡേ ആണ് അവൾ സ്കൂളിലേക്ക്. കാരണം ഇനി മുതൽ അവൾ വേറെ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവളുടെ ടീച്ചേഴ്സിനൊക്കെ മിഠായി മേടിച്ച് കൊടുക്കണം പറഞ്ഞു. വന്നിട്ട് ഞാനൊരു പാക്കറ്റ് മിഠായി മേടിക്കാൻ പൈസ കൊടുത്തിട്ട് അവൾ അത് മേടിച്ച് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ സ്കൂളിലേക്ക് ഇല്ലല്ലോ, ഇപ്പം 4-ലാണ്. ഇനി 5-ലേക്ക് വേറെ സ്കൂളിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അമിത് നല്ല കളി കേട്ടോ. നല്ല പാട്ട് വെച്ചിട്ട് അവൻ തന്നെ പാട്ട് പാടിയിട്ട് നല്ല ഡാൻസാണ് പിള്ളേരെ കൂടെ. കട്ടിലുമൊക്കെ ഊട്ടി പറഞ്ഞിട്ട് അവനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളിയപ്പോൾ. എല്ലാവരും ഫുള്ള് കളിയിലാണ്. അവർ ബോയ്സ് ഫുഡ് കഴിക്കുമായിരുന്നു. ആ സമയത്താണ് ഇവർ ഫുള്ള് കളി ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. കണ്ടില്ലേ ഇതുപോലെ അവർ കേടുന്ന് ഭയങ്കര തല്ലും. എന്നിട്ട് അമിത് വന്നിട്ട് കട്ടിൽമെന്നൊക്കെ വീണ് ഇതൊക്കെ ആകെ പേടിയായി. പിന്നെ അവർ പാട്ട് വെച്ചിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ അവർ സെറ്റായിട്ടോ. അമിത് പെട്ടെന്നൊന്നും സെറ്റാവില്ല, കുറച്ച് കഴിഞ്ഞാൽ അവൻ നല്ല സെറ്റാവും. ഇത് വർത്താനം പറയുന്ന ഏരിയ. അവരെല്ലാവരും കൂടിയിട്ട് പിന്നെ ഫുള്ള് വർത്താനം. ഞാൻ പറഞ്ഞു പോവല്ലേ, നാളെ എക്സാം ഉണ്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ വേഗം നമ്മൾ പോന്നു. അപ്പോൾ നസീം അവിടെ എല്ലാം വൃത്തിയാക്കി അവിടെ പ്ലേറ്റ്സൊക്കെ കൊണ്ടുപോയി. ഇപ്പം ഞാൻ ചോദിച്ചു കഴുകണമെന്ന്. അപ്പോൾ അവൾ വേണ്ട പറഞ്ഞു. എനിക്ക് നല്ല ചുമണ്ട്, നല്ല തൊണ്ടവേദന ഉണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെ തണുത്ത വെള്ളവും കയറ്റി പിന്നെ 7up ഉണ്ടായിരുന്നേ, അതും കുടിച്ചു. അതിൽ നല്ല തൊണ്ടവേദനിക്കുന്നുണ്ട്. ചെവിയിൽ അവിടെ നല്ല കുത്തലുണ്ട്. പിന്നെ ഇനി എന്താണ് അവനിയുടെ സ്നാക്സ് ബോക്സിൽ ഞാൻ ആപ്പിളും മുന്തിരിയും മാന്തളനാരങ്ങയൊക്കെ വെക്കണതാണ്. മാന്തളനാരങ്ങ രാജേഷേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ചതാണ്. എനിക്ക് വെയ്യാണ്ട് കാണിച്ചപ്പോൾ ബ്ലഡ് കുറച്ച് കമ്മിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ സാധനം ഇഷ്ടമല്ല. അപ്പോൾ ഞാനതെല്ലാം ഇതാക്കി സെറ്റാക്കി അവൾക്ക് കൊടുത്തു. പിന്നെ അവൾ നേരെ കടയിൽ പോയി മിഠായി മേടിച്ചു കൊടുന്നു. മിഠായി എനിക്ക് കൊടുന്ന് കാണിച്ചു തന്നു. ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തോട്ടോ, ടീച്ചേഴ്സിന് എല്ലാവർക്കും ആയിക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ബായ് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇല്ലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ നേരെ വേറെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അങ്ങനെ അവളെ LKG തൊട്ട് LKG UKG 1, 2, 3, 4 അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ പോയിട്ട് എനിക്ക് വന്നിട്ട് മിഠായി കാണിച്ചു തന്നു കേട്ടോ. ഇതാണ് അവളെ യൂണിഫോം. അവർക്ക് ഓറഞ്ച് റിബണാണ്, 2 ഭാഗം കെട്ടണം, ഓറഞ്ച് റിബൺ. അങ്ങനെ ആ റിബൺ കെട്ടണതിനെയാണ് എനിക്ക് ഏറ്റവും ദേഷ്യം സ്കൂളിനോട്. നല്ല പണിയാണ് രാവിലെ തന്നെ 2 ഭാഗമൊക്കെ കെട്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി അടുത്ത വീഡിയോ ഞങ്ങളുടെ പൂരം, നാളെയാണ് പൂരം. അപ്പോൾ പൂരത്തിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ അതായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബായ്.